ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലോട്ടസ് പ്ലാന്റിംഗ് വീഡിയോ ആയിട്ടാണ്. ലോട്ടസ് സീഡ് പ്ലാന്റിംഗ് വീഡിയോയുടെ പാർട്ട് 2 ആണിത്. വലിയ വീഡിയോ ആയതുകൊണ്ട് 2 വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് പാർട്ട് 1ൻ്റെ റീക്യാപ്പ് ഒന്ന് കാണിക്കുന്നുണ്ട്. പാർട്ട് 1ൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതിയാവും. നമ്മുടെ ലോട്ടസ് സീഡ് നട്ട് 2 വീക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോ ആണിത്. നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അതിൽ നിന്ന് നന്നായി റണ്ണേഴ്സൊക്കെ ഓടി തുടങ്ങി. അത്യാവശ്യം ലീവ്സൊക്കെ വന്ന് നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ പ്ലാന്റ്. പ്രത്യേകം നോട്ട് ചെയ്യണം, സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം നമ്മുടെ ലോട്ടസ് സീഡിൻ്റെ പ്ലാന്റ് വളർത്താൻ. ഇതിപ്പോൾ നമ്മുടെ ലോട്ടസ് സീഡിൻ്റെ 3rd വീക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോഴേക്കും നമ്മുടെ പ്ലാന്റിൻ്റെ ലീവ്സിനൊക്കെ അത്യാവശ്യം സൈസൊക്കെ ആയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി റീപോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിൽ വെള്ളം ഇങ്ങനെ പതുക്കെ കമത്തി കളഞ്ഞിട്ടുണ്ട്. മറിച്ചിടരുത്, പ്ലാന്റ് ചീത്തയായി പോവും. പതുക്കെ കമഴ്ത്തി വേണം വെള്ളം കളയാൻ. ഇത് കണ്ടോ, ഇതിൻ്റെ റണ്ണേഴ്സ് എല്ലാം കൂടി കെട്ടുപിണഞ്ഞ് കിടക്കുമായിരിക്കും. അപ്പം നമ്മൾ പതുക്കെ ഓരോന്നായിട്ട് വിടിയിപ്പിച്ചെടുക്കണം. വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ കുറച്ച് സീഡ്സ് നമ്മൾ നട്ടേക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം റണ്ണേഴ്സ് ഉണ്ട്. പതുക്കെ പതുക്കെ ഓരോന്നിനെയും വിടിയിപ്പിച്ചെടുക്കണം. ഈ ഗ്രോത്ത് ടിപ്പ് പൊട്ടിപ്പോവാതെ വേണം നമ്മൾ ഈ റണ്ണേഴ്സിനെ ഈ പോട്ടിൽ നിന്ന് പതുക്കെ ഇളക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഈ ചെടി പിടിച്ചു കിട്ടില്ല. സീഡിൽ നിന്ന് റണ്ണേഴ്സൊക്കെ ഓടി തുടങ്ങിയിരിക്കുന്നത് നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിനെ വലിയ പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യാം. അടിവളമായിട്ട് നമ്മൾ ചാണകവും മണ്ണും കൂടി മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ ചുവന്ന മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ മണ്ണിലെ കട്ടകളെല്ലാം നമ്മൾ പെറുക്കി മാറ്റുന്നുണ്ട്. എന്നിട്ട് പതുക്കെ ഓരോ കുഴികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സീഡ് പതുക്കെ ഒന്ന് ജസ്റ്റ് താഴ്ത്തി വെക്കാൻ വേണ്ടിയാണ്.
വളരെ ആഴത്തിൽ കുഴിക്കണ്ട, ജസ്റ്റ് വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സീഡ് ജസ്റ്റ് ഒന്ന് അതിലേക്ക് താഴ്ന്നിരിക്കണം. സീഡ് ഫുള്ളായിട്ട് അടിയിലേക്ക് കുത്തി ഇറക്കണ്ട. ആ ഗ്രോത്ത് വന്ന് തുടങ്ങിയ ഭാഗം മേളിൽ തന്നെ. ഇത് കണ്ടോ, ഓരോ സീഡിൽ നിന്ന് റണ്ണേഴ്സ് ഓടി തുടങ്ങിയേക്കുന്നത്. ഇത് ഒരൊറ്റ സീഡിൻ്റെ റണ്ണറാണ്. ഒരു സീഡിൽ നിന്ന് ജസ്റ്റ് ഗ്രോ ചെയ്ത് തുടങ്ങിയ റണ്ണറാണ് ഈ കാണുന്നത്. കണ്ടോ, സീഡ് അതിൽ നിന്ന് വിട്ടു പോയിട്ടില്ല. സീഡ് അതിന്മേൽ തന്നെ ഇരിപ്പുണ്ട്. ആ സീഡിൽ നിന്നാണ് ഈ റണ്ണേഴ്സ് ഓടി തുടങ്ങിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള സീഡ്സും കൂടി നമുക്കൊന്ന് നോക്കാം. സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത്. അങ്ങനെ മൊത്തം 5 സീഡ്സിൻ്റെ പ്ലാന്റാണ് നമ്മളിപ്പോൾ നട്ടു വയ്ക്കാൻ പോകുന്നത്. ഇനി നമ്മൾ നേരത്തെ കുഴിച്ചു വെച്ച ഹോളിലേക്ക് ഓരോ സീഡ്സിനെയും പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കാം. റണ്ണേഴ്സൊക്കെ വളരെ സെൻസിറ്റീവാണ്, അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ഈ സീഡ്സിനെ ഇറക്കി വയ്ക്കാൻ. എന്നിട്ട് പതിയെ ആ വേരോടി തുടങ്ങിയ ഭാഗവും മണ്ണിനടിയിലേക്ക് പതുക്കെ വിരൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഇറക്കി കൊടുക്കണം. എന്നിട്ട് കുറച്ച് മണ്ണെടുത്ത് അതിൻ്റെ മേളിലേക്ക് ഇടാം. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഈ പ്ലാന്റ് അതുപോലെ തന്നെ മേളിൽ പൊങ്ങി കിടക്കും. ഇതുപോലെ തന്നെ എല്ലാ സീഡ്സിനെയും നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പതുക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. നമ്മൾ ജസ്റ്റ് ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ട്രേയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഡയറക്റ്റ് നമ്മുടെ പ്ലാന്റിലേക്ക് കുത്തി ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെ നമ്മുടെ ഇലയെല്ലാം മുങ്ങിക്കിടക്കാൻ പാകത്തിന് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പോട്ട് നിറച്ച് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല, ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. പതുക്കെ നമ്മുടെ ഇലകളെല്ലാം പൊങ്ങി തുടങ്ങുമ്പോഴേക്കും കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നിറച്ചാൽ മതി. മാറ്റി നട്ട് ഒരു 4 days ആയപ്പോഴേക്കും അത്യാവശ്യം നല്ലവണ്ണം ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് വെള്ളവും കൂട്ടി കൊടുത്തിട്ടുണ്ട് പ്ലാന്റിൻ്റെ. അങ്ങനെ 40 days ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് ഫസ്റ്റത്തെ ബഡ് വന്നായിരുന്നു. ഒരു ബഡല്ല, ഫസ്റ്റത്തെ ബഡ് വന്നതിന് ശേഷം തുരുതുര ബഡ്സ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൽ ഒത്തിരി ബഡ്സായി. വീണ്ടും വീണ്ടും കുറേ ബഡ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റത്തെ ഫ്ലവർ വിരിഞ്ഞപ്പോഴുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആ സമയം ആയപ്പോഴേക്കും നല്ല മഴയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്ക് ഇതളുകളെല്ലാം പോയിരുന്നു. വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതളെല്ലാം പോയൊരു ഫ്ലവറിനെ കാണാൻ പറ്റും. ഈ ഫ്ലവറിനെ നമുക്കൊന്ന് ഫുള്ളായിട്ട് വിരിയിച്ച് നോക്കാം. ഈ ഫ്ലവറിനെ വിരിയിച്ചപ്പോൾ നമുക്ക് നല്ല ഡാർക്ക് റെഡ് കളറിലുള്ള ഫ്ലവറാണ് കിട്ടിയേക്കുന്നത്. അത്യാവശ്യം നല്ല സൈസും ഉണ്ട്, പെറ്റൽസും ഉണ്ട്. അറ്റ് എ ടൈം ഇതിൽ 5 ഫ്ലവേഴ്സാണ് നിൽക്കുന്നത്. നല്ല ബ്രൈറ്റ് റെഡ് കളറുമാണ്, അതുപോലെ കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴുള്ള വീഡിയോ ആണിത്. മഴയൊക്കെ കൊണ്ട് നമ്മുടെ ഫ്ലവറിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ബഡ്സൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കിട്ടുന്നുണ്ടായിരുന്നു. ഒരു പുതിയ ബഡ് കണ്ടോ. ലോട്ടസ് സീഡ് പ്ലാന്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സീഡ് പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കണ്ടൻസിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.